ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്യാവുന്ന നല്ലൊരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതൊക്കെ എടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ കട്ട്ലറ്റിൽ നമ്മൾ കുറച്ച് ബീട്രൂട്ട് ചേർക്കുകയാണെങ്കിൽ കട്ട്ലറ്റ് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ബീൻസും അതൊരു 1/4 കപ്പ് അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ കോളിഫ്ലവറോ അങ്ങനെയുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആദ്യം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു വലിയ സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ട് അത് 3 നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിൽ ആ സവാള ഒന്നങ്ങോട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബീൻസാണ് ചേർക്കുന്നത്. ബീൻസ് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും ബീൻസ് നന്നായിട്ട് വാടി വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഗ്രീൻ പീസും ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വാടി വെന്ത് വരും. ഗ്രീൻ പീസ് പിന്നെ നമ്മൾ ഓൾറെഡി വേവിച്ച് തന്നെയാണല്ലോ. അപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കുമ്പോഴേക്കും അതെല്ലാം നന്നായിട്ട് വെന്ത് വരും. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. കട്ട്ലറ്റിൽ നമ്മൾ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. കുരുമുളക് പൊടിയും പച്ചമുളകാണ് ചേർക്കുക. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടിയിട്ട് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ആ ക്യാരറ്റിനും ബീട്രൂട്ടിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടെങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളിതിൽ നോക്കുക, നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അതിലിപ്പോൾ കുറച്ച് ഗരം മസാല കുറവായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഗരം മസാലയുടെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഓരോ ഗരം മസാലയും വ്യത്യാസം ഉണ്ടാവും. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം നനവ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. എന്നിട്ടത് ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സാണ് ചേർക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുകയാണെങ്കിൽ ഇടയിൽ അതും കൂടി ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൽ വല്ല ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ശരിയായി കിട്ടില്ല. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. കട്ട്ലറ്റ് നമ്മൾ പല ഷേപ്പിലും ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കട്ട്ലറ്റിന് കാണുന്ന ആ ഒരു ഷേപ്പ് തന്നെയാണ് ചെയ്യണത്. മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അത്രയും ഫില്ലിംഗ് വെച്ചിട്ട് ഒരു 6 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കട്ട്ലറ്റാണിത്.
ഇനി ഇത് നമ്മൾ മുട്ടയിലോ അല്ലെങ്കിൽ മൈദയിലോ കോൺഫ്ലവറിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈദയിലാണിത് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ലൂസാകാൻ പാടില്ല, എന്നാൽ കട്ടിയിലും എല്ലാ രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കട്ട്ലറ്റും അതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗവും ആവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളിത് 2 പ്രാവശ്യം ഈ മൈദയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കട്ട്ലറ്റിൻ്റെ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഓരോന്നായിട്ടാണ് വറുത്തെടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പാനിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിന് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കൂടുതലും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ കോട്ടിംഗ് ഒന്നും ഇളകാത്ത രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റുക. ഫ്രൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി വരും. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണല്ലോ, പുറം ഭാഗം മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. എല്ലാ സൈഡും നന്നായി മൊരിഞ്ഞ് നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ഉള്ളിലെ ഫില്ലിങ്ങും അത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഈ ഒരു വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്